നമ്മുടെ കക്കിരിയിലെല്ലാം നല്ലപോലെ പൂ വന്നിട്ടുണ്ട്. നമ്മുടെ കുക്കുംബറാണ്, കുക്കുംബർ. ഞങ്ങൾ കക്കിരി വെള്ളരി പറയും. ഓക്കെ, അപ്പം അതിലെല്ലാം ഇല്ലേ പെൺപൂവേ ഇല്ല, എല്ലാം ആൺപൂക്കളാണ്. എന്നാൽ നിറച്ചും പൂക്കളുണ്ട്, കണ്ടോ. അപ്പം ഇനി പെൺപൂ ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. ഇത് കണ്ടോ, പെൺപൂവും ആൺപൂവും നിങ്ങൾക്ക് അറിയുമോയെന്ന് അറിയില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ ബാക്കിലൊരു ഇല, ഇതിൻ്റെ ബാക്കിലൊരു ശകലം നീണ്ട പോലെ വരും. അപ്പോൾ ഇതെല്ലാം തന്നെ ആൺപൂവാണ്. പെൺപൂ ഒന്നും കാണുന്നില്ല. ഉണ്ടായി ഇത്രയും നീള തണ്ടിലെല്ലാം ഒരെണ്ണത്തിൽ പോലും ഇല്ല പെൺപൂ. ഞാൻ നോക്കിയിട്ട് ഇനി കുറച്ച് കഴിഞ്ഞാണോ ഇനി പെൺപൂ ഉണ്ടാകുന്നത്, എന്താന്ന് കാര്യം അറിയില്ലല്ലോ. ഒരു 10-20 ചോടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതാ മത്തനുണ്ട്. മത്തനൊന്നും പിന്നെ പൂവിടാറായിട്ടില്ല. നമുക്ക് ഈ വെള്ളരിയാണ് പൂവിട്ട് തുടങ്ങിയത്. അപ്പോൾ പൂവിട്ട് തുടങ്ങിയെങ്കിലും അതിലൊന്നും ഒരെണ്ണത്തിൽ പോലും പെൺപൂവ് കാണുന്നില്ല. അതിലൊന്നും നോക്കട്ടെ. അപ്പോൾ പെൺപൂവില്ലെങ്കിൽ എന്താണ്, കായ് കിട്ടില്ല നമുക്ക്. എന്താ, പൂക്കളുണ്ട്. പൂക്കളല്ലല്ലോ ഇതിൻ്റെ ആവശ്യം. അതിലൊക്കെ ഉണ്ട്, കണ്ട. എല്ലാം പെൺപൂവേ ഇല്ല ഒന്നും പോലും. അപ്പോൾ അതെങ്ങനെയാണ് പെൺപൂ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യണോ, ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്നിടണേ.